ഇന്നും തെളിയിക്കപ്പെടാത്ത വളരെയധികം നിഗൂഢത നിറഞ്ഞ ഒട്ടേറെ സംഭവങ്ങളും ദുരൂഹതകളും നമ്മുടെ ഈ ഒരു ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ ഇന്നും നമ്മെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്നതും എന്നാൽ തെളിയിക്കപ്പെടാത്തതുമായ ചില സംഭവങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ. മേരി സെലസ്റ്റ ന്യൂയോർക്കിൽ നിന്നും ഇറ്റലിയിലേക്ക് പുറപ്പെട്ടതായിരുന്നു മേരി സെലസ്റ്റ എന്ന കപ്പൽ. ഈ ഒരു കപ്പലിൽ 1700 ബാരൽ സ്പിരിറ്റും കപ്പലിലെ ക്യാപ്റ്റനും അദ്ദേഹത്തിന്റെ ഭാര്യയും മറ്റ് ജീവനക്കാരും ഉൾപ്പെടെ 10 പേരുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു കപ്പൽ ലക്ഷ്യസ്ഥാനമായ ഇറ്റലിയിലേക്ക് വർഷങ്ങൾ കഴിഞ്ഞിട്ടും എത്തിയിരുന്നില്ല. ഒടുവിൽ 1872 അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ഒഴുകി നടക്കുന്ന മേരി സെലസ്റ്റ എന്ന കപ്പലിനെ മറ്റൊരു കപ്പലിലെ ജീവനക്കാർ കാണുകയാണ്. ഉടൻ തന്നെ ഈ ഒരു കപ്പലിലെ ജീവനക്കാർ മേരി സെലസ്റ്റ എന്ന കപ്പലിലേക്ക് ആശയവിനിമയം നടത്തുകയാണ്. എന്നാൽ മേരി സെലസ്റ്റയിൽ നിന്നും യാതൊരുവിധ പ്രതികരണവും അവർക്ക് ലഭിച്ചിരുന്നില്ല. യാതൊരുവിധ പ്രതികരണവും ലഭിക്കാത്തത് കൊണ്ട് തന്നെ കപ്പൽ ജീവനക്കാർ ഉടൻ തന്നെ മേരി സെലസ്റ്റ എന്ന കപ്പലിലേക്ക് കയറിപ്പറ്റുകയും അവർ കപ്പലിൽ ഒട്ടാകെ തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. പരിശോധിക്കുന്നതിനിടയിൽ കപ്പൽ ജീവനക്കാരുടെ സാധനങ്ങളും മറ്റു വസ്തുക്കളും കപ്പലിനുള്ളിൽ സുരക്ഷിതമായി അവർ കണ്ടെത്തി. എന്നാൽ കപ്പലിൽ ഉണ്ടായിരുന്ന ലൈഫ് ബോട്ടുകൾ ഒന്നും തന്നെ അവിടെ ഇല്ലായിരുന്നു. ഇതുകൂടാതെ ക്യാപ്റ്റൻ ഉൾപ്പെടെ കപ്പലിലുണ്ടായിരുന്ന 10 യാത്രക്കാരും അപ്രത്യക്ഷമായിരുന്നു. ഇവരെക്കുറിച്ച് അന്വേഷണ സംഘം തിരച്ചിൽ ആരംഭിച്ചുവെങ്കിലും യാതൊരുവിധ തെളിവുകളും അവർക്ക് ലഭിച്ചിരുന്നില്ല. വാവ് സിഗ്നൽ യുഎസിലെ ഒഹായോ സർവകലാശാലയിലെ റേഡിയോ ടെലസ്കോപ്പിൽ ഒരു സിഗ്നൽ എത്തുകയാണ്. ഈ ഒരു സിഗ്നലിനെ കണ്ടെത്തിയത് ജ്യോതിഷ് ശാസ്ത്രജ്ഞനായ ജെറി എമാൻ ആയിരുന്നു. അദ്ദേഹമാണ് ഈ ഒരു സിഗ്നലിനെ ആദ്യമായി വാവ് സിഗ്നൽ എന്ന് വിളിച്ചത്. സജിറ്റേറിയസ് എന്ന നക്ഷത്ര സമൂഹത്തിനടുത്തുകൂടി കടന്നുപോയ ഒരു വാൽ നക്ഷത്രത്തിന്റെ ശബ്ദമാണ് ഇതെന്ന് പല ശാസ്ത്രജ്ഞരും പിന്നീട് വിവരിച്ചു. എന്നാൽ ഇതിന് കൃത്യമായൊരു യാതൊരുവിധ തെളിവുകളും അവർക്ക് കണ്ടെത്തുവാൻ സാധിച്ചിരുന്നില്ല. മാത്രമല്ല ഈ ഒരു സിഗ്നൽ ഭൂമിയുടെ സോളാർ സിസ്റ്റത്തിൽ നിന്നും പല പ്രകാശ വർഷങ്ങൾ അകലിൽ നിന്നും വന്നതുകൊണ്ട് തന്നെ ഇത് അന്യഗ്രഹ ജീവികൾ ഭൂമിയിലേക്ക് അയച്ച ഒരു സിഗ്നൽ ആകാമെന്നും ചിലർ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഇത് ടങ്കുസ്ക ഇവന്റ് 1908 സ്റ്റോണി ടങ്കുസ്ക എന്ന നദിയുടെ തീരത്ത് നടന്ന വിചിത്രമായൊരു സംഭവമാണിത്. സൈബീരിയൻ ഗ്രാമപ്രദേശത്തിന്റെ കിലോമീറ്ററുകളോളം അകലെ ആകാശത്തിൽ വെച്ച് വലിയൊരു സ്ഫോടനം നടക്കുകയാണ്. ഏകദേശം 1 മിനിറ്റോളം നീണ്ടുനിന്നു ഈ ഒരു സ്ഫോടനം. ഭൂമിയുടെ തറഭാഗത്ത് നിന്നും ഏകദേശം 5 കിലോമീറ്റർ ഉയരത്തിലാണ് ഈ ഒരു സ്ഫോടനം നടന്നത്. വനപ്രദേശത്തിന്റെ സമീപത്ത് നടന്ന ഈ ഒരു സംഭവത്തിന്റെ ഭാഗമായി 2000 കിലോമീറ്റർ ദൂരത്തിൽ വനപ്രദേശത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും നശിച്ചുപോയി. മാത്രമല്ല ഇത്തരത്തിൽ നശിച്ചുപോയ ഈ ഒരു പ്രദേശത്തിന്റെ ഈ ഒരു ഭാഗത്ത് ഇന്നും ഒരു പുല്ല് പോലും മുളച്ചിട്ടില്ല. എന്നാൽ ഈ ഒരു സംഭവം എങ്ങനെയാണ് നടന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുവാൻ ഇന്നും ആർക്കും സാധിച്ചിട്ടില്ല. ഓവർടൺ ബ്രിഡ്ജ് സ്കോട്ട്ലൻഡിലാണ് ഈ ഒരു പഴക്കമുള്ള പാലം സ്ഥിതി ചെയ്യുന്നത്. 1895 ഈ ഒരു പാലം നിർമ്മിക്കപ്പെട്ടത്. ഒറ്റനോട്ടത്തിൽ ഒരു പഴയ പാലമല്ലേ, ഈ ഒരു പാലത്തിന് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഈ ഒരു പാലത്തിൽ എത്തുമ്പോൾ നായ്ക്കൾ താഴേക്ക് ചാടി മരണപ്പെടാറുണ്ട്. അതായത് നായ്ക്കളുടെ ആത്മഹത്യാ ഇടമാണ് ഈ ഒരു പാലം. 1950-60 കാലഘട്ടത്തിൽ കണക്കുകൾ പ്രകാരം ഏകദേശം 100 നായ്ക്കൾ ഈ ഒരു പാലത്തിന് മുകളിൽ എത്തുമ്പോൾ പാലത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടി മരണപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു പാലത്തിന്റെ മുകളിൽ എത്തുമ്പോൾ മാത്രം നായ്ക്കൾ താഴേക്ക് ചാടി മരിക്കുന്നത് എന്ന് കണ്ടെത്തുവാൻ ഇന്നും ആർക്കും സാധിച്ചിട്ടില്ല. മാസ് ബീച്ചിങ് കഴിഞ്ഞ ചില വർഷങ്ങളായി ലോകത്തിലെ പല കടൽ തീരങ്ങളിൽ നടക്കുന്ന വിചിത്രമായൊരു സംഭവമാണിത്. ആയിരക്കണക്കിന് കടൽ ജീവികൾ കടൽ തീരത്തെത്തി മരണപ്പെടുന്ന ഒരു പ്രതിഭാസമാണിത്. തിമിംഗലങ്ങൾ, ഡോൾഫിനുകൾ, സീലുകൾ തുടങ്ങിയവയാണ് ഇത്തരത്തിൽ മരണപ്പെടുന്നതിൽ ഏറെ. വർഷാവർഷം ലോകത്തിലെ ഏതെങ്കിലും കടൽ തീരത്ത് ഇത്തരത്തിൽ മത്സ്യങ്ങൾ വന്ന് മരണപ്പെടാറുണ്ട്. എന്നാൽ മരിച്ചുപോകുന്ന മത്സ്യങ്ങളിൽ രോഗകാരണങ്ങളോ മറ്റൊന്നും തന്നെ ഇല്ല എന്ന് ഗവേഷകർ കണ്ടെത്തിയിരുന്നു. ഇനി കടലിലെ മാലിന്യങ്ങൾ കൊണ്ടാണോ ഇത്തരത്തിൽ മത്സ്യങ്ങൾ മരിച്ചു പോകുന്നത് എന്ന് ചോദിച്ചാൽ അതിനുത്തരം അല്ല എന്നാണ്. കാരണം അങ്ങനെയാണെങ്കിൽ കടലിലെ മറ്റ് ജീവികളും മരിച്ചു പോകേണ്ടതല്ലേ. ഇതിനാലൊക്കെ തന്നെ ഈ ഒരു സംഭവത്തിന്റെയും ദുരൂഹത കണ്ടെത്തുവാൻ ഇന്നും ആർക്കും കഴിഞ്ഞിട്ടില്ല.